ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ഒരു വാക്ക് നമുക്ക് പഠിച്ചിരിക്കാം. എൽ റോയ്. എന്താണ് അതിൻ്റെ അർത്ഥം? ഈ ഒരു കാര്യം ഞാൻ സ്വന്തമാക്കിയിട്ടുണ്ടോ എന്ന് നമ്മോട് തന്നെ ചോദിക്കുന്നത് വളരെ നല്ലതായിരിക്കും. എൽ റോയ് വചനം വരുന്നത് ഉൽപ്പത്തി 16:13 വചനം. ഉൽപ്പത്തി 16:13 വചനം. ദൈവത്തെ കണ്ടുമുട്ടിയ ഒരു വ്യക്തി ആ സ്ഥലത്തിന് കൊടുത്ത പേരാണ് എൽ റോയ്. എന്നെ കാണുന്ന ദൈവത്തെ ഞാനും കണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് ആ സ്ഥലത്തിന് ലഭിച്ചത്. നമുക്ക് ഈ ഉൽപ്പത്തി 16 കടന്നു പോകുമ്പോൾ അതിൻ്റെ ആ ഒരു ഉള്ളടക്കം മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ നല്ലതാണ്. അതിൻ്റെ ഏറ്റവും സവിശേഷമായിട്ടുള്ള ചില കാര്യങ്ങൾ, സാറായി 17 വരുമ്പോഴാണ് സാറായി മാറി സാറ ആകുന്നതും അബ്രാം മാറി അബ്രാഹം ആകുന്നതും. ആ പേര് മാറ്റം വരുന്നത് ഉൽപ്പത്തി 17 ഇവിടെ നമ്മൾ കാണുകയാണ്, സാറായി തൻ്റെ ഒരു വേലക്കാരിയായിരുന്ന ദാസിയായിരുന്ന ഹാഗാറിനെ ഭാര്യയായി ആക്കി അബ്രാഹത്തിന് കൊടുക്കുന്നു. അബ്രാമിനോട് പറഞ്ഞൊരു ഒരു കാര്യം, നിങ്ങളിവളെ പ്രാപിച്ച് അങ്ങനെയെങ്കിലും നമുക്കൊരു സന്താന പരമ്പര ഉണ്ടാകട്ടെ, എനിക്കൊരു കുഞ്ഞിനെ തരാൻ പറ്റിയില്ല, അതുകൊണ്ട് പ്രാപിക്കുക. ഇനി അങ്ങനെ അവളെ ഭാര്യയായിട്ട് സ്വീകരിക്കുന്ന അബ്രാമിനെ കാണാൻ പറ്റും. പിന്നീട് നമ്മൾ കാണുകയാണ്, ഹാഗാർ ഗർഭിണിയായി, അബ്രാഹത്തിൽ നിന്ന് ഗർഭിണിയായി കഴിഞ്ഞപ്പോൾ സാറായിയെ പുച്ഛിക്കാൻ തുടങ്ങി, പുച്ഛഭാവത്തോടെ കാണാൻ തുടങ്ങി. നിങ്ങൾ ഇത്രയും വർഷം നോക്കിയിട്ട് ഇങ്ങനെ ഒരു കാര്യം നടന്നോ? എനിക്കത് സാധ്യമായി. ആ രീതിയിൽ അവൾ അഹങ്കരിക്കുകയും അതുപോലെ തന്നെ അവളുടെ യജമാനത്തിയെ പുച്ഛിക്കുകയും ചെയ്യുന്ന ഒരു രംഗം. അതിൻ്റെ ഫലമായിട്ട് എങ്ങനെയാണ് സാറായി പെരുമാറിയത്? ക്രൂരമായിട്ട് അവളോട് പെരുമാറി. ഇനി അവളെ വേദനിപ്പിക്കുന്ന രീതിയിൽ സാറായി പെരുമാറുന്നത് നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ ഫലമായിട്ട് നമ്മൾ കാണുകയാണ്, ഹാഗാർ അവിടെ നിന്ന് ഇറങ്ങി ഒളിച്ചോടി. അവിടെ നിന്നും രക്ഷപ്പെടാൻ അവൾ തീരുമാനിച്ചു. അബ്രാഹത്തിൽ നിന്നുണ്ടായ കുഞ്ഞാണ് അവളുടെ ഗർഭപാത്രത്തിൽ കിടക്കുക. ഇനി അങ്ങനെ പോകുന്ന സമയത്താണ് ദൈവത്തിൻ്റെ ദൂതൻ അവളുടെ അടുത്തേക്ക് വരുന്നു, അവളെ കണ്ടെത്തുന്നു. നീ അവിടെ പോകുന്നു, ഞാനിതുപോലെ എൻ്റെ യജമാനത്തെ പേടിച്ച് ഓടുകയാണ്. അപ്പോൾ ദൈവദൂതൻ പറഞ്ഞൊരു കാര്യം, നോ, നീ ഓടിപ്പോകരുത്, തിരിച്ച് നിൻ്റെ യജമാനത്തിയുടെ അടുത്തേക്ക് നീ പോവുക. അങ്ങനെ പറഞ്ഞ് അവളെ തിരിച്ച് ആ ഭവനത്തിലേക്ക് വിടുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതുകൊണ്ടാണ് അവൾ പറഞ്ഞൊരു കാര്യം, എന്നെ കാണുന്ന ദൈവത്തെ ഞാനും കണ്ടിരിക്കുന്നു, അതുകൊണ്ട് ഈ സ്ഥലം എൽ റോയ് എന്ന് വിളിക്കപ്പെടണം. ഇവിടെ നമ്മുടെ ദൈവം ആരാണ്? നമുക്ക് ആ ദൈവത്തെ കാണാൻ പറ്റുമോ? നമുക്ക് ആ ദൈവത്തെ കേൾക്കാൻ പറ്റുമോ? അങ്ങനെയുള്ള സൗഭാഗ്യങ്ങൾ നാം സ്വന്തമാക്കിയിട്ടുണ്ടോ എന്ന് നമ്മോട് തന്നെ ചോദിക്കണം. അത് ഇപ്പോഴും വല്ലവരും പറഞ്ഞ കാര്യം അത് ശരിയായിരിക്കാം എന്നുള്ള ആ ഒരു ഊഹത്തിൽ നമ്മുടെ ജീവിതം മുമ്പോട്ട് നയിക്കുകയാണോ? നമ്മുടെ ദൈവത്തെക്കുറിച്ച് നമ്മൾ അറിയേണ്ട കാര്യം അറിഞ്ഞിരിക്കണം. ആദ്യമായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും, നമ്മുടെ ദൈവത്തെ കാണാൻ പറ്റും. നമ്മുടെ ദൈവത്തെ കാണാൻ പറ്റും, കേൾക്കാനും പറ്റും. ഈ രണ്ട് കാര്യങ്ങൾ വെളിപ്പെടുത്തുന്ന രണ്ട് വചനഭാഗങ്ങൾ എടുത്താൽ മതി. പുറപ്പാട് പുസ്തകം 34 5 മുതൽ 9 വരെ വായിക്കുമ്പോൾ ദൈവത്തെ കാണുന്ന മോശ, ദൈവം സംസാരിക്കുന്നത് കേൾക്കുന്ന മോശ അവിടെ നമുക്ക് കാണാൻ പറ്റും. എന്താ അതിൻ്റെ സൂചന? ദൈവത്തെ കാണാൻ പറ്റും, ദൈവത്തെ കേൾക്കാൻ പറ്റും. ഇതുവരെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള സൗഭാഗ്യങ്ങളൊന്നും വന്നിട്ടില്ലെങ്കിൽ ഒരുപക്ഷെ നമ്മൾ അതിനുള്ള വില കൊടുക്കാൻ മനസ്സ് കാണിച്ചിട്ടുണ്ടോ? അങ്ങനെയുള്ളവർക്കാണ് ദൈവത്തെ കാണാനും കേൾക്കാനും പറ്റുക. യെശയ്യാ 30 20, 21 വചനങ്ങൾ എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നൊരു കാര്യം, കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിന്റെ ദൈവം നിന്നിൽ നിന്നും മറഞ്ഞിരിക്കില്ല. കഷ്ടതയുടെ അപ്പം, ക്ലേശത്തിൻ്റെ ജലം. കഷ്ടത, ക്ലേശം ആരാഗ്രഹിക്കുക? എങ്ങനെയെങ്കിലും അതൊക്കെ ഒന്ന് ഒഴിവാകാൻ വേണ്ടിയാണ് നമ്മൾ നോക്കുക, അല്ലെങ്കിൽ അതിനുവേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുക. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, നീ കഷ്ടതയുടെ അപ്പം തിന്നുമ്പോൾ നിനക്ക് നിൻ്റെ ദൈവത്തെ കാണാൻ പറ്റും. നീ ക്ലേശത്തിൻ്റെ പാനപാത്രം കുടിക്കുമ്പോൾ ഇതാ ഞാനെന്ന് ദൈവം പറയുന്നത് നിനക്ക് കേൾക്കാൻ പറ്റും. ഈ ഒരു വ്യവസ്ഥ പാലിക്കാത്തത് കൊണ്ടാണോ ദൈവത്തെ കാണാനും ദൈവത്തെ കേൾക്കാനും നമുക്ക് പറ്റാതെ പോയത്? ആണെങ്കിൽ ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കാനുള്ള മനസ്സ് നമ്മൾ കാണിക്കണം. ഉറപ്പായിട്ടും നമ്മുടെ ദൈവത്തെ നമുക്ക് കാണാൻ പറ്റും, കേൾക്കാൻ പറ്റും. മൂന്നാമതൊരു കാര്യമുണ്ട്, അതിലും ശ്രേഷ്ഠമായൊരു കാര്യം, ദൈവത്തെ നമുക്ക് രുചിച്ചറിയാൻ പറ്റും.
നമുക്ക് അനുഭവിക്കാൻ പറ്റും. അതാണ് കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുക. സങ്കീർത്തനം 34 8-ാമത്തെ വചനം എടുക്കുമ്പോൾ, കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുക. ടേസ്റ്റ് ആൻഡ് സീ ഹൗ ഗുഡ് ദ ലോർഡ് ഈസ്. കർത്താവ് എത്ര നല്ലവനാണെന്ന് ടേസ്റ്റ് ചെയ്യുക, രുചിച്ചറിയുക. ചില ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ നമ്മൾ രുചിച്ച് അറിയുന്നത് പോലെ നമ്മുടെ ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് രുചിച്ചറിയാൻ പറ്റും. പ്രഭാഷകന്റെ പുസ്തകം 34-ാം അധ്യായം അതിൻ്റെ 9-10 വചനങ്ങൾ നമുക്ക് നൽകുന്നത് വലിയൊരു സന്ദേശമാണ്. ദൈവത്തെ നമ്മൾ സ്നേഹിക്കുന്നവരായി മാറിയാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന നിരവധി അനുഗ്രഹങ്ങൾ. അതിനു മുമ്പ് ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കണമെങ്കിൽ എന്ത് സംഭവിക്കണം? അതിനാണ് ദൈവത്തെ നമ്മൾ അറിയണം. സങ്കീർത്തനം 34:8 നമ്മൾ കാണുകയുണ്ടായി. ദൈവത്തെ അറിഞ്ഞാൽ ആ ദൈവത്തെ നമ്മൾ സ്നേഹിക്കും. 1 യോഹന്നാൻ 4:8 വചനവും നമ്മെ പഠിപ്പിക്കുന്നത് ആ ഒരു കാര്യമാണ്. അങ്ങനെ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നവരായി മാറിയാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന അനുഗ്രഹങ്ങൾ പ്രഭാഷകൻ 34:9-10 വചനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അവിടെ പറഞ്ഞിരിക്കുന്നത് അനുഭവജ്ഞാനത്തെക്കുറിച്ചാണ്. ബൗദ്ധികമായിട്ടുള്ള കുറച്ച് അറിവുണ്ടായാൽ പോരാ, അനുഭവജ്ഞാനം, അതിൻ്റെ വെളിച്ചത്തിൽ ദൈവത്തെ സ്നേഹിക്കാൻ നമുക്ക് കഴിയുന്നത്. ഇനി വചനം പറയാണ്, അനുഭവജ്ഞാനമില്ലാത്തവർക്ക് അറിവ് കുറയും. അതുപോലെ തന്നെ അനുഭവജ്ഞാനമില്ലാത്തവർക്ക് ധൈര്യം കുറയും. അനുഭവജ്ഞാനമില്ലാത്തവർക്ക് സ്നേഹം കുറയും. ഈ സ്നേഹം, ധൈര്യം, അതുപോലെ തന്നെ അറിവ്, ഇതെല്ലാം നമുക്കുണ്ടാകണമെങ്കിൽ അനുഭവജ്ഞാനം അത് നമുക്ക് വളരെ ആവശ്യമാണ്. അതിന് നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. മൂന്നാമതായിട്ട് നമ്മൾ കാണുന്നത്, ദൈവത്തെ കണ്ടവരുടെയൊക്കെ ജീവിതത്തിൽ എന്താ സംഭവിച്ചത്? അവരൊക്കെ ദൈവത്തെ ആരാധിച്ചു. ദൈവത്തെ കണ്ടാൽ ദൈവത്തെ ആരാധിക്കാതിരിക്കാൻ പറ്റില്ല. ദൈവത്തെ ആരാധിക്കുന്നവർക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ദൈവം വാഗ്ദാനം ചെയ്തിട്ടുമുണ്ട്. പുറപ്പാട് 34:5 മുതൽ വായിച്ചാൽ, ദൈവത്തെ കണ്ട ദൈവത്തെ കേട്ട മോശ കമഴ്ന്നു വീണ് ദൈവത്തെ ആരാധിക്കുന്നത് കാണാൻ പറ്റും. സംഖ്യ 22:31 എടുത്താൽ, ബാലാം ദൈവദൂതനെ കണ്ടു കഴിഞ്ഞപ്പോൾ കമഴ്ന്നു വീണ് ദൈവത്തെ ആരാധിക്കുന്ന രംഗമാണ്. എസെക്കിയേൽ 1:28 എടുത്താൽ, സ്വർഗത്തിൻ്റെ മഹത്വം ദർശിച്ച എസെക്കിയേൽ കമഴ്ന്നു വീണ് ദൈവത്തെ ആരാധിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ദാനിയേൽ 10-ാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തെ ദർശിച്ച ദാനിയേൽ കമഴ്ന്നു വീണ് ദൈവത്തെ ആരാധിക്കുന്ന രംഗം അവിടെ കാണാൻ പറ്റും. ഇനി ഈ ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നെങ്കിൽ എന്തെല്ലാം നന്മകൾ വരാം. ഏതാനും ചില വചനങ്ങൾ എടുത്താൽ, പുറപ്പാട് 23, 25, 26 വചനങ്ങൾ വായിക്കുമ്പോൾ ബണ്ടിൽ ഓഫ് ബ്ലെസ്സിങ്സ്, ഒരു കെട്ട് അനുഗ്രഹമാണ് ദൈവത്തെ ആരാധിക്കുന്നവർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. നമുക്കറിയാലോ, ഈ ആരാധന ദൈവത്തിനുള്ളതാണ്, മനുഷ്യർക്ക് കൊടുക്കേണ്ടതല്ല. ദൈവത്തിന് കൊടുക്കാതെ വരുമ്പോഴാണ് തെറ്റായ ആരാധനകളിലേക്ക് നമ്മൾ പോവുക. സാത്താൻ വർഷിപ്പ്, മനുഷ്യരെ പൂജിക്കൽ, ഇങ്ങനെയുള്ള പരിതാപകരമായ കാര്യങ്ങൾ നമ്മൾ ചെയ്തു പോവുക. 1 ദിനവൃത്താന്തം 29, 20-ാമത്തെ വചനം പഠിപ്പിക്കുന്നതാണ് ആരാധന ദൈവത്തിനുള്ളതാണ്. ഇനി ഈ ആരാധനയും സ്തുതിയും ഒന്നും യോജിക്കാത്തത് ആരുടെ ജീവിതത്തിലാണ്? പാപികളുടെ ജീവിതത്തിൽ. സ്തോത്രഗീതം പാപിക്ക് ഇണങ്ങുന്നില്ല. പ്രഭാഷകൻ 15:9 വായിച്ചാൽ ആ ഒരു കാര്യം നമുക്ക് കാണാൻ പറ്റും. നമ്മളെ തന്നെ വിശുദ്ധീകരിച്ച് ദൈവത്തെ ആരാധിക്കുന്നവരായി മാറുവാൻ, ദൈവത്തെ സ്നേഹിക്കുന്നവരായി മാറുവാൻ പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വചനത്താൽ നമ്മുടെ ഹൃദയങ്ങളെ നമ്മൾ നിറച്ചു. നമുക്കിനി ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദത്തിനായിട്ട് ഒരുങ്ങാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും, നമുക്ക് ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാനുണ്ടോ അവരുടെ ആവശ്യങ്ങളും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.